ഹലോ മാഡം, ശരവണൻ എത്തിയിട്ടുണ്ട്. ആ വരാൻ പറയൂ. ഓക്കേ മാഡം. ഇത് ശരവണൻ. ഞാൻ തങ്കപ്പൻ, ഓട്ടോ തങ്കപ്പൻ. ഇവിടെ AC ഇല്ലല്ലേ? അത്രയ്ക്ക് ചൂടില്ല. കാര്യങ്ങളൊക്കെ രാജമ്മനും പറഞ്ഞറിഞ്ഞിരിക്കുമല്ലോ. ചിലതൊക്കെ. കൊച്ചിയിലെ മറ്റു ഫൈനാൻസിംഗ് എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് നൈനാൻസ് ഫൈനാൻസ് ഒരു ഭീഷണിയാകുന്നു തോന്നിയപ്പോ ചിലർ കമ്പനി പൊളിഞ്ഞുവെന്ന് വാർത്തകൾ പരത്തി. അതായിരുന്നു എല്ലാത്തിന്റെയും തുടക്കം. ഒടുവിൽ സ്ഥാപനത്തിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പോയി. പിന്നെ ആരും ലോൺ തിരിച്ചടയ്ക്കാതായി. ഏറ്റവും കൂടുതൽ പണം നൽകിയിട്ടുള്ളത് വാഹന ഇടപാടില്ല. മൊത്തം 1 കോടി രൂപയോളം പിരിഞ്ഞു കിട്ടാനുണ്ട്. തരാനുള്ളവരുടെ കുടിശ്ശിക ലിസ്റ്റിൽ മാർക്കറ്റിലെ മൊത്തക്കച്ചവടക്കാരനായ ജോസ് മുതൽ ബിനാമി പേരിൽ ബസ് സർവീസ് നടത്തുന്ന ജസ്റ്റിസ് അനന്തപുത്രം വരെയുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലുള്ള ആരും ഈ കൊട്ടേഷൻ ഏറ്റെടുക്കാൻ തയ്യാറല്ല. നിങ്ങളുടെ കമ്മീഷന്റെ കാര്യം രാജമ്മേനോ സംസാരിക്കും. 1 വർഷത്തേക്കാണ് കോൺട്രാക്ട്. ശരവണൻ ഞങ്ങളെ സഹായിക്കണം. എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ. അതിന് സമ്മതമാണെങ്കിൽ ഉറപ്പിക്കാം. തീർച്ചയായും ഇനിയുള്ള കാര്യങ്ങൾ ശരവണന് ഡിസൈഡ് ചെയ്യാം. ഒന്ന് വെച്ച 2, 2 വെച്ച 4. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഒരു അംബാനിയോ ബിൽ ഗേറ്റ്സോ വിജയ് മല്യാവൻ എളുപ്പമാർഗം. 10 വെച്ച 100, 100 വെച്ച 1000, 1000 വെച്ച 10,000. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ, കേട്ടെന്ന് വരൂ. ഇതാ സുഹൃത്തുക്കളെ, ഒരു ദരിദ്ര വയസ്സൻ സുൽത്താനായി മാറിയിരിക്കുകയാണ്. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. എന്നെ പാപ്പരാക്ക്. നിങ്ങളുടെ സമ്പന്നതയിലേക്കുള്ള വഴി തെളിച്ചിരിക്കുന്നു. 10 വെച്ച 100, 100 വെച്ച 1000. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കാർന്നോ അല്പസമയങ്ങൾക്കകം അങ്ങനെ നിങ്ങൾ സമ്പൽ സമൃദ്ധിയിലേക്ക് മാറി വിളിക്കുന്ന ഒരു മലക്കയാണ് ഞാൻ. ശരവണ, ഇതവനല്ലേ മുജീബ് റഹ്മാൻ? അതെ. എടാ മുജീബ, എന്താണോ മലാക്ക് കൊള്ളി അളകി വന്ന്. അയ്യോ ശരവണൻ. അയ്യോ ശരവണനല്ല, PK ശരവണൻ. തങ്കപ്പേട്ടൻ, എല്ലാവരും ഉണ്ടല്ലോ. എന്താ വിശേഷിച്ച് എപ്പെത്തി? ഇപ്പൊ എത്തിയുള്ളൂ. എന്തായാലും നിന്റെ ഈ പുതിയ വേഷം കൊള്ളാം. കൊള്ളാലേ? എല്ലാരും പറഞ്ഞു. ഇത്രയും നല്ല ഷർട്ടിട്ട് പൊരിവയിലെത്തിരുന്ന് നീ സൂര്യനെ കറപ്പിക്കണ്ട. എവിടേക്ക്? പുതിയ സ്വീകരണ സ്ഥലമായ പോലീസ് സ്റ്റേഷനിലേക്ക്. അല്ലോ നാറ്റിക്കരുത്, ഞാൻ എന്തു വേണം ചെയ്യാ. എന്നാ നടക്ക്. മലാകക്കോളിൽ നിന്ന് ഞാൻ പിടിച്ചു കൊടുത്ത ചിട്ടിപ്പണവുമായി സേവന കുറീസിന്റെ മുതലാളി രാധാകൃഷ്ണൻ മുങ്ങിയപ്പോ എനിക്ക് ഇതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഗതിയില്ലാതായപ്പോഴാ മുച്ചീട്ടുകൾക്ക് ഇപ്പം ബ്രോക്കർ പണി തുടങ്ങിയത്. ശരിക്ക് പറഞ്ഞാൽ ജീവിക്കാൻ മറ്റു മാറില്ലാത്തതുകൊണ്ടാ ഈ തരിയുടെ പണിയൊക്കെ. അതൊക്കെ പോട്ടെ, നിങ്ങൾ എന്താ ഇവിടെ? കാര്യങ്ങളൊക്കെ പറയാം. അതിനു മുമ്പ് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് വേണം. വീടോ? അതെ, നല്ല 1-ാം തരം തറവാടികൾക്ക് താമസിക്കാൻ പറ്റുന്ന വീടായിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് താമസിക്കാനല്ലേ? എന്താടാ സാറേ, ഞങ്ങക്ക് വാടികളാകാൻ പറ്റില്ലേ? ഈ തറവാടിക്കോലം കൊണ്ട് ചെന്നാലേ കടയിൽ പൊതിഞ്ഞു വെച്ചേക്കല്ലേ വാടകയ്ക്ക് വീട്. വീട് പൊതിഞ്ഞ പാക്കറ്റില് വെച്ചേക്കട്ടെ. നിനക്ക് ഞങ്ങൾക്ക് ഒരു വീട് സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? ഇതിപ്പോ ബ്രാൻഡ് ഷോപ്പിൽ ചെന്ന് ബ്രാൻഡ് കൊണ്ടുവന്ന് ചോദിക്കുന്ന പോലെ ആയല്ലോ. എനിക്ക് ഇത് തന്നെയല്ലേ പണി. അതെ, എന്ത് റേഞ്ച് വേണം? റേഞ്ചോ? എത്ര വരെ വാടക കൊടുക്കാമെന്ന്? ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്, ബാൽക്കണി, വാടകക്കോ പണയത്തിനോ? സംഗതി ഏതായാലും വേണ്ടില്ല, വീട് നന്നായിരിക്കണം. എല്ലാ സൗകര്യമുള്ള ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. പക്ഷെ പണയത്തിന് മാത്രമേ തരൂ. പഴംപൊരികളായ മുത്തശ്ശനും മുത്തശ്ശിയും ജിലേബി പോലത്തെ 2 പെൺകുട്ടികളുമാണ് അവിടെ താമസം. അവരിപ്പോൾ അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. ഞാൻ മുമ്പ് വാടക കൊടുത്ത പാർട്ടിക്ക് ഇതുവരെ അഡ്വാൻസ് തുക മടക്കി കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് വീട് ഇപ്പോഴും എന്റെ കസ്റ്റഡി തന്നെ ഉണ്ട്. പണയത്തിനാണെങ്കിൽ പിന്നെ മാസാമാസം വാടക കൊടുക്കണ്ടല്ലോ. എന്നാ പിന്നെ ആ വീടന്നെ ആയിക്കോട്ടെ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താ മിസ്റ്റർ കുട്ടിച്ചാത്തനോ മിസ്സിസ് പ്രേതമോ വല്ലതും ഉണ്ടോ? ഇപ്പൊ പ്രേതബാധമൊന്നുമില്ല. താനായിട്ട് പ്രേതബാധ ഉണ്ടാക്കാതിരുന്നാ മതി. ഈ വയസ്സായ കാരണന്മാരും പെമ്പിള്ളേരും മാത്രം ഉള്ളതുകൊണ്ട് ബാച്ചിലേഴ്സിന് കൊടുക്കില്ല. ഓൺലി ഫാമിലി. ഇതിപ്പോ പെട്ടെന്ന് ഫാമിലി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ പേടിക്കണ്ട.
അതിന് പണിയുണ്ട്. അതിനല്ലേ മുംബൈ സരള ഉള്ളത്. മുംബൈ കുരുളയോ? മുംബൈ കുരുള തീവണ്ടി, ഇത് മുംബൈ സരള. ഇതാ ബാങ്ക്. ഓ താങ്ക്സ്. താനെന്താ വജ്രം കൈമാറി ജോസ് പ്രാശ് കളിക്കണോ? മാറ്. നമസ്കാരം. ഇവരാ ഞാൻ പറഞ്ഞ താമസക്കാര്, എന്റെ നാട്ടുകാരാ. തന്റെ നാട്? എന്റെ നാട് കോഴിക്കോട് മുടിക്കല്. കോഴിക്കോട് മുടിപ്പിക്കേ? തന്റെ ജോലിയല്ല ചോദിച്ചത്, താമസിക്കുന്ന സ്ഥലമാ. അത് തന്നെ ഞാൻ പറഞ്ഞത്. കോഴിക്കോട് ജില്ലയില് മുടിക്കൽ താലൂക്കില് നമ്മുടെ സിനിമയുടെ മാമുക്കയുടെ വീടിന്റെ അടുത്താ. മാമുക്കോയെ അരക്കിണറും ഞാൻ. മതി മതി. ഇത് തങ്കപ്പൻ, ബാങ്കിലെ ജോലി. ഇതെന്റെ ഭാര്യ ഉരുള, സരള. ഇത് ശരവണൻ, തങ്കപ്പന്റെ സഹോദരനാ. ബിസിനസ്സാ, മിക്കവാറും ടൂറിലായിരിക്കും. അല്ല, വീട് കാണണ്ടേ? വേണ്ട, വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. പണയത്തിനാണെങ്കിൽ ആലോചിക്കാം. ഉവ്വ്, റഹ്മാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുത്തശ്ശ, ഒരു മിനിറ്റ്. അതിനെ തിന്നല്ലേ? എന്താ മോളെ? കണ്ടിട്ട് അത്ര നല്ല പാർട്ടിയല്ല, എന്തേലും പറഞ്ഞു ഒഴിവാക്ക്. ദേ, പഴയ താമസക്കാരുടെ പണയത്തുക തിരിച്ചു കൊടുക്കാനുള്ള പല അവധികളും തെറ്റിയിരിക്കുക. ഇവരാണെങ്കിൽ 1 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് തരും. ഇതുപോലെ വേറൊരു പാർട്ടിയെ പെട്ടെന്ന് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അവധി തെറ്റിയ ഇനിയും പഴയ താമസക്കാരെന്ന് ബഹളം ഉണ്ടാക്കും. മുമ്പത്തെ പോലെ ഒരു കോംപ്രമൈസിനൊന്നും എന്നെ കിട്ടൂല. ഉള്ള കാര്യം ഞാൻ തരുതപ്പും. കൊടുത്തേക്കും മോളെ. പുതിയ ഒരാളെ കണ്ടുപിടിക്കാന്ന് വെച്ചാ ഇവിടെ താമസിക്കുന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. രാത്രി 9 മണിക്ക് ഗേറ്റ് അടയ്ക്കും. എന്തിന് 8:30? കറണ്ടിനും വെള്ളത്തിനും 1 മീറ്ററാ. ബില്ല് വരുന്നതിന്റെ പിന്നെ പ്രായമായ 2 പെൺകുട്ടികൾ താമസിക്കുന്ന വീടായിരുന്നു. അത് ഞങ്ങളില്ലേ. ചുറ്റും നല്ല ഫാമിലീസാ. ഞങ്ങളും നല്ല ഫാമിലീസാ. അല്ല, അത് ഇതും പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. അത് പിന്നെ ഇതുപോലുള്ളൊരു നല്ല ഫാമിലിക്കൊപ്പം താമസിക്കാന്നുള്ളത് ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷ അല്ലേ തങ്കപ്പെട്ട? സമ്മതമാണെങ്കിൽ ഇന്ന് തന്നെ എഗ്രിമെന്റ് എഴുതാം. പൈസ കൊടുത്താൽ പറഞ്ഞ തുകയുണ്ട്. ഈശ്വര, എഗ്രിമെന്റ് എഴുതിയ പേപ്പർ റഹ്മാന്റെ കൊടുത്തയക്കാം. മോളെ, ആ താക്കോലിങ്ങെടുക്ക്. ഇയാളിന്ന് ഞാൻ ഒളിച്ചു നോട്ടം. കരാറുകാരൻ തന്നിട്ട് അഡ്വാൻസേ 3 ദിവസത്തേക്ക് മാത്രം ഉള്ളതാ. അതിൽ കൂടുതൽ ദിവസം ഈ വായി നോക്കിയിട്ട് ഭാര്യയായിട്ട് കഴിയണമെങ്കിലേ നാളെ എനിക്ക് ബാക്കി കാശ് തരണം. ഏറ്റതാ. പിന്നെ രാത്രി ലൈറ്റ് ഓഫ് ആക്കി കഴിയുമ്പോ ഇരുട്ടത്ത് പാത്ത് എന്നെ തൊടാനോ പിടിക്കാനോ വന്നാലുണ്ടല്ലോ, എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് അറിയും. താനും കൂടി കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഞാൻ വന്നപ്പോ മുതൽ ഒരുമാതിരി വെള്ളം ഒലിപ്പിച്ചുകൊണ്ടുള്ള നോട്ടം തുടങ്ങിയതാ. ഓ, എന്തൊരു മാന്യന്മാര്. റഹ്മാനെ നീ വിളി വിളിച്ചോണ്ട് പോണ്ട. തരാനുള്ള കാശ് തന്നാ ഞാനിവിടുന്ന് പോയേക്കാം. എത്രയാന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങിക്കൊള്ളാം. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ അവളെ വിളിച്ച് പോവാം. പക്ഷെ അതിന്റെ പിന്നാലെ നിങ്ങൾ ഇറങ്ങേണ്ടി വരും. ഇറങ്ങേണ്ടി വരും. അപ്പൊ ഞാൻ നിക്കണോ പോണോ? എന്റെ പൊന്ന് സരള, നീ ഒന്ന് അടങ്ങ്. പോകണ്ടെങ്കിൽ വേണ്ട, എന്നെ കോട്ടയും എടുക്കും. കോട്ട്, ഓവർ കോട്ട്. 2 പരപുരുഷന്മാരുടെ ഇടയിൽ ഒറ്റക്ക് താമസിക്കണ്ടല്ലേ? സരളെ മോനെ, ഞാൻ കൂടെ പോണോ? ഇവിടെ ഇതാ കോട്ട, കോട്ട കോട്ട. അല്ല, എന്താ പരിപാടി? 1:30 അടിക്കാൻ പോലും കിട്ടാത്ത 1-ാം തീയതിയാ ഇന്ന്. ബാച്ചിലേഴ്സിന് ഫാമിലി ആക്കുന്ന ഈ മുച്ചീട്ട് റഹ്മാനി എന്ത് 1-ാം തീയതി?
എടാ മുച്ചിട്ട സത്യം പറ, നിനക്ക് ഐഡി വെട്ട് സാധനത്തിന് എവിടെ കിട്ടി? അതൊരു വലിയ കഥയാ. ചുരുക്കി പറ. മുംബൈയിലെ ബാറിലായിരുന്നു സർലക്ക് ജോലി. ജോലി എന്ന് വെച്ചാൽ ക്യാമറ ഡാൻസ്. ക്യാമറ നിർത്തിയപ്പോ അവള് കൊച്ചിയിലെത്തി. ഉർവശി ഷാബ് ഉപകാരം എന്ന് പറഞ്ഞ പോലെ എന്റെ ഉർവശി ഇപ്പൊ സരളയാ.